എല്ലാരെയും പോലെ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അനുവിന്റെ അതിന്റേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള സെറ്റിലൊക്കെ ഉള്ളത് കണക്ക് തന്നെയാണോ? അതെ അതെ. ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. ഇല്ല, എനിക്ക് അങ്ങനെ ഡിഫറൻസ് ഒന്നും തോന്നില്ല. അപ്പൊ അനുമോള് ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്ക് ഞെട്ടിയിരുന്നോ? അനുമോളെ പോലെ ഒരു പാവം പിടിച്ച ക്യാരക്ടർ ബിഗ് ബോസിലേക്ക് പോകുന്നതിന്. ഹലോ ബിഗ് ബോസ്. കഴിഞ്ഞ ദിവസം അനുമോളുടെ ഫ്രണ്ട് ജീവ, ബോയ് ഫ്രണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഫ്രണ്ട് ജീവ ബിഗ് ബോസിനകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ബിഗ് ബോസ് കാണിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മനുഷ്യനെ എത്രത്തോളം നെഗറ്റീവാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രത്തോളം തകർക്കാൻ പറ്റുമോ അതാണ് അനുമോളുടെ കാര്യത്തിൽ ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലാന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഈ ജീവ അകത്തോട്ട് കയറി വന്ന സമയത്ത് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ജീവിതം തകർത്തവനാണ്, എന്നെ ആത്മഹത്യയിലോട്ട് തള്ളിവിട്ടതാണ്, ഇനി ഒരിക്കലും കാണരുത് എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരുത്തനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ ബിഗ് ബോസിന് TRP റേറ്റിംഗ് കൂട്ടണമെങ്കിൽ അതിൻ്റെ അകത്തിരിക്കണം കണ്ടസ്റ്റൻസിൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്ത് വെച്ചിട്ട് തന്നെ വേണമായിരുന്നു. ഒരാളെ പുറത്തോട്ട് നെഗറ്റീവ് ആക്കുന്നത് ഭയങ്കര മോശമാണ്. കാരണം മസ്താനി തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതം ബിഗ് ബോസ് തകർത്തു. അതേ ഒരു സ്റ്റേജിലോട്ടാണ് ഇപ്പോൾ അനുമോളുടെ കാര്യങ്ങളും പൊക്കോണ്ടിരിക്കുന്നത്. ഇവന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ബിഗ് ബോസിലുണ്ട്, അനുമോള്. കാണാറുണ്ടോ? എങ്ങനെയുണ്ട് അനുമോളുടെ പെർഫോമൻസ്? നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എല്ലാരെയും പോലെ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അനുവിന്റെ അതിന്റേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള. ഇവര് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇവര് പരസ്പരം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണെന്നുള്ളത്. ജസ്റ്റ് ഫ്രണ്ടാണ് എന്നാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേതാണ് സത്യം എന്നുള്ളത് ക്ലാരിറ്റി എനിക്കില്ല. കാരണം ബോയ് ഫ്രണ്ട് ആണെന്നുള്ളത് പറയാനുള്ള ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ഉള്ളത് കണക്ക് തന്നെയാണോ? ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. ഇല്ല, എനിക്ക് അങ്ങനെ ഡിഫറൻസ് ഒന്നും തോന്നില്ല. അപ്പൊ അനുമോള് ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്ക് ഞെട്ടിയിരുന്നോ? അനുമോളെ പോലെ ഒരു പാവം പിടിച്ച ക്യാരക്ടർ ബിഗ് ബോസിലേക്ക് പോകുന്നതിന്. ഇല്ല, ഞെട്ടാനായിട്ട് നമുക്ക് അങ്ങനെ പാവം പിടിച്ച ക്യാരക്ടേഴ്സ് ഒന്നല്ല. എല്ലാവരും ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് വരുന്ന എല്ലാവരും എന്താ പറയണ്ട, അങ്ങനെ പാവങ്ങൾ എന്നുള്ളത് മാത്രമല്ല, എല്ലാവരും പാവങ്ങൾ തന്നെയാണ്. പിന്നെ അതൊരു ഗെയിം ഷോ ആണ്, അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ. എവിടെയോ ഇരുന്ന ജീവൻ ഇപ്പം ഇങ്ങനൊരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ടി വരുന്നത് പോലും ബിഗ് ബോസ് കാരണമാണ് അല്ലേ? അതായത് ഈ അനുവിൻ്റെ വിഷയത്തിൽ ഇങ്ങനൊരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ടി വന്നത് പോലും ബിഗ് ബോസ് ഈ ജീവൻ എന്ന വ്യക്തിയെ ബിഗ് ബോസിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നതിൻ്റെ പേരിൽ ആണ്. ഇവർക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു, പക്ഷെ അത് ചെയ്യാതെ മനഃപൂർവ്വം ഇവരത് ചെയ്തതാണ്. നല്ല ആളാണെങ്കിൽ മാത്രം, അങ്ങനെയൊന്നുമില്ല. നല്ല ആളാണെങ്കിൽ നല്ല ആളെ എപ്പോഴാണ് വരുന്ന അപ്പൊ ഞാൻ കിട്ടും, അത്ര കിട്ടും. പിന്നെ പ്രണയം ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞ വിശ്വസിക്കൂ. അതെ, പ്രണയം നോക്കുമ്പോ ആർക്കാണെങ്കിലും ചിരി വരുമല്ലോ, അതൊക്കെ ഞാൻ ചിരിച്ചതാ. അങ്ങനെ പൊട്ടിട്ടൊന്നുമില്ല. അങ്ങനെ പ്രണയം പൊട്ടാനായിട്ട് തേപ്പ് കൊടുക്കുന്ന ശീലം എനിക്ക് അത് അറിയാത്ത നമുക്ക് അറിയാത്ത പ്രായങ്ങളിലൊക്കെ നമ്മള് ഇഷ്ടമാണെന്ന് പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടെന്ന് പറയും, അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പൊ പ്രണയിക്കാനുള്ള സമയമില്ല, ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെയാ. അപ്പം അത് ഈ ഒരു ഫീൽഡ് വന്നതിന് ശേഷം പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല. കോളേജിൽ തേർഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്നത്. ഇത് അനുമോള് പണ്ട് എപ്പോഴോ കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. അതിൽ അനുമോള് പറയുന്ന ചില കാര്യങ്ങൾ അതെന്തെങ്കിലും ആട്ടെ, ഞാനതിവിടെ ചുമ്മാ കൊടുത്തെന്നുള്ളൂ. പിന്നെ ബിഗ് ബോസിൻ്റെ കാര്യം, ഇങ്ങനൊരു കാര്യം അത് ചെയ്യണ്ടായിരുന്നു. കാരണം അത് ഭയങ്കര മോശമായിപ്പോയി. ഇപ്പം ബിഗ് ബോസിലോട്ട് ജീവൻ വന്നത് കാരണം രണ്ടുപേരുടെയും പേഴ്സണൽ ലൈഫ് ഇപ്പം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നല്ല കാര്യം ഉണ്ടായിരുന്നോ? അഭിപ്രായം പറയണേ. ടാറ്റാ.